24 മണിക്കൂർ ഫോണിൽ. ആര്? കുട്ടിയോ? വാപ്പേ? ഉമ്മ? ഇതിങ്ങനെ 24 മണിക്കൂറും തോന്നുന്ന വാപ്പേ പറയണത് ചെക്കൻ എപ്പോഴും ഫോണിലാണ്. ചെക്കൻ ചോദിക്കും വാപ്പേ ഞാൻ നന്നായിക്കോളാം, വാപ്പേ കൂടെ നിന്ന ആളുകളൊക്കെ സമാധാനിപ്പിച്ചപ്പോ കുട്ടി പറഞ്ഞു ഞാൻ കരയുന്നത് ഉമ്മ മരിച്ചതിനല്ല. അത് കഴിഞ്ഞു, അതിനച്ഛനൊക്കെ കഴിഞ്ഞു. ആൾക്കാർ ചോദിച്ചതിനെന്തിനാ മോളെ നീ കരയുക? ഈ മരിച്ചു കിടക്കുന്ന ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മക്ക് ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ്. പക്ഷേ മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇനി ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പ് നിന്നാണോ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും? കുൽസുവിന്റെ സ്റ്റാറ്റസ് ദുബായിലാണ്. പാലത്തിന്റെ ഉള്ളിൽ എന്ത് രസം, മറ്റ് എല്ലാരും സ്റ്റാറ്റസ്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഈ പെണ്ണ് ഫോൺ വെച്ച് തീരുമാനിച്ച് എനിക്ക് കിട്ടിയ ഒരു ഫോൺ. പെണ്ണ് പറയാണ് ഞാനും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കാം. ഭർത്താവിനോട് സംസാരിക്കണ്ടേ? എന്റെ ഭർത്താവിന് 3-4 ബന്ധം വേറെ ഉണ്ട്. കുറെ ഞാൻ നന്നാക്കാൻ നോക്കി, മൂപ്പരും നന്നാവനാൻ തോന്നിയപ്പോ ഞാനും 5-6 ബന്ധം ഉണ്ടാക്കി. മക്കളുടെ 20 ചാക്ക് അരി നിങ്ങൾ വീട്ടുപോയിട്ടുണ്ടാവും. അത്രയും മയക്കുമരുന്ന് കോഴിക്കോട് മാത്രം അങ്ങാടിയിൽ. അത്രക്ക് തന്നെ മലപ്പുറത്തും അതിനപ്പുറം എറണാകുളത്തും ഇറങ്ങിയത്. മയക്കുമരുന്ന് ഇറങ്ങിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു ഗവൺമെന്റിന്. ഈ മയക്കുമരുന്ന് മുഴുവൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ വാപ്പയമ്മ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവുമല്ല, മക്കളാണ്, ആൺകുട്ടികളാണ്. ഏറ്റവും വലിയ പാപം ഒന്ന് ശിർക്കാണ്. ഇന്ന ശിർക്ക നല്ലൊന്ന് അവർ ശിർക്കാണ്. ശിർക്ക് എന്നത് എത്ര ചെറുതും വലുതാണ്. കറുത്ത പാറയിലൂടെ കറുത്ത ഒരു കട്ടുറുമ്പ് ഇഴഞ്ഞു പോകുന്ന പോലെ ശിർക്ക് വരുന്ന അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കലും ശിർക്കാണ്. ഇളയ കുട്ടിയെ അടിക്കാൻ നോക്കുന്നു. ഇത് പറഞ്ഞ് പിന്നീട് സംസാരം മുറിഞ്ഞ് സ്വരക്കെടറി അവർ കുറെ നേരം ഉണ്ടാകുന്നു. എനിക്ക് കരയാണ്. ഇവിടെ ഉണ്ടാവുക വാപ്പ, ഇവിടെ ഉണ്ടാവുക പറമ്പില്. വാപ്പ ചേർന്ന് നിന്നിട്ടാണ് കാലുമ്പ് മുഴുവൻ മണ്ണ് കലർന്ന വാപ്പയുടെ മോനെ കൈക്കൊടുത്ത് കൊത്തളാന്ന് പറയാ. വാപ്പ ചെയ്യുന്ന പണിയൊക്കെ വാപ്പ വിളിച്ചില്ല ആണ്. അതുകൊണ്ട് തന്നെ അനുസരിക്കാൻ അന്ന് ചെറുപ്പക്കാരായ നമ്മൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ ഉമ്മ ചെയ്തത് അതാണ് ഉമ്മ പറയാ. എന്തെങ്കിലും ഒരു പ്രശ്നവുമായി നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് നിങ്ങൾ ചെന്ന് നോക്ക്. ഉമ്മ ഭർത്താവിന് ഭയങ്കര ദേഷ്യം, മോളെ ഇങ്ങനെ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത് ഉമ്മനോട് ചോദിച്ചു നോക്ക്. ഉമ്മ ചെയ്തതേ ഉമ്മ പറയുള്ളൂ, മോളെ ക്ഷമിച്ചേക്ക്, സഹിച്ചേക്ക്. അമ്മ ചെയ്ത് ഉമ്മ പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? ഉമ്മ ഇങ്ങനെ ആയിരുന്നു മനസ്സിലാവും. ഉമ്മ ചെയ്തതാണ് ഉമ്മ നിങ്ങളോട് പറഞ്ഞത്, ബാപ്പ ചെയ്തതാണ് ബാപ്പ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ബാപ്പ പറഞ്ഞത് അനുസരിക്കാൻ നമുക്ക് യാതൊരു മടിയുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളോട് എന്താ പറയുന്നത്? 24 മണിക്കൂർ ഫോണിൽ. ആര്? കുട്ടിയോ? വാപ്പേ? ഉമ്മ? ഇതിങ്ങനെ 24 മണിക്കൂറും തോന്നുന്ന വാപ്പേ പറയണത് ചെക്കൻ എപ്പോഴും ഫോണിലാണ്. ചെക്കൻ ചോദിക്കും വാപ്പേ ഞാൻ നന്നായിക്കോളാം, വാപ്പേ പണി കഴിഞ്ഞ് വന്നാൽ നേരെ ഓടി ബാത്റൂമിൽ കയറി കുളിച്ച് വൃത്തിയായി ഒരു കള്ളിത്തുണി മാത്രം എടുത്ത് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു വൈകുന്നേര സമയത്ത് നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ വീടിന്റെ കൊലായ്ക്ക് നോക്കിക്കോ. ആണുങ്ങൾ കൊലായി കുത്തിരിക്കണ്ടോ? കഴുതി കുത്താറ് ഒരു കാല് കസേരമൊക്കെ കയറ്റിച്ചിട്ടോ. കയ്യിൽ എന്താ ഉണ്ടാവുക? എന്താ ഫോണ്. എപ്പോഴാ ഈ തോണ്ടൽ നിൽക്കല്? എപ്പോഴാ? അതിനിടക്ക് മരിവ് കഴിഞ്ഞ് ഏശ കഴിഞ്ഞ് നീ ചോറ് നോളി, അത് തിന്ന് പിന്നെയും തോന്നില്ല. ഈ ചങ്ങാതി മോനോട് പറയാണ് 24 മണിക്കൂർ ഫോണിലാണ്. മോൻ ഇങ്ങനെ ആലോചിക്കാണ് എന്താ പറയുന്നത്. എന്റെ വാപ്പ എന്നെ ചേറിലേക്ക് വിളിക്കുമ്പോ ബാപ്പ ചേറിലാണ് ആണ്. ഒരു തലയില് തേങ്ങ മുഴുവൻ ചാക്കിലാക്കി കെട്ടി ഒരു തലയിൽ വെച്ചിട്ട് ബാപ്പ മുന്നിൽ നടക്കുമ്പോഴാണ് മോനോട് പറയാ
അരച്ചാക്ക് തേങ്ങ നീയും തലയിൽ വെച്ചോളൂ അല്ലേ? അപ്പൊ നടന്നെങ്കിൽ നിങ്ങൾ നടന്ന പ്രശ്നം ഇങ്ങനെ മനസ്സിലാലോചിച്ചോ. മൊബൈൽ ഫോണിന്റെ പേരിലല്ലേ? ഒരു ചെക്കൻ എന്റെ അടുത്ത് കൗൺസിലിംഗിന് വരികയാണ്. രാത്രി മുഴുവൻ ബെഡ്റൂമിന്റെ അകത്ത് കുറ്റിയിട്ടിരുന്ന് ഫ്രീ ഫയർ കളിക്കാണ് ചെക്കൻ. ഏറെ വെളുക്കലൊക്കെ ഫ്രീ ഫയറാണ്. ഇന്ന് മമ്മി കൗൺസിലിംഗിനുണ്ടോ എന്നോട് പറയുകയാണ് ഫുൾ ടൈം ഫോണാ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ആ ചെക്കനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവും. അപ്പൊ ആ ചെക്കൻ എന്നോട് പറഞ്ഞു, സാർ എന്നാ ഞാനൊന്ന് പുറത്തിരിക്കാം. ഞാൻ ചാന്റെ പാപ്പയോട് സംസാരിക്കുന്നത്. ഞാൻ ചാന്താ ഞാൻ ഇന്ന് വരെ ഫോൺ കളിച്ചിട്ട് അടുത്ത നോക്കുന്നത് മിനിയാന്ന് ഇന്നിപ്പോ ബുധനാഴ്ച അല്ലേ, ചൊവ്വാഴ്ച അല്ലേ, ഞായറാഴ്ച ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോയി. എനിക്കൊരു ഫോണ് വന്നു. നിരന്തരം ബെല്ലടിച്ചു. ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. കാറിൽ നിന്നാണ് അറ്റൻഡ് ചെയ്തത്. എന്റെ കാറിന്റെ സ്പീക്കറിലാണ് ഫോൺ കേൾക്കുന്നത്. ഒരു പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കൗൺസിലിംഗ് സമയം കിട്ടും. ഒരു പെണ്ണ്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? ചെറിയ കുടുംബ പ്രശ്നമാണ്, സാറിനൊന്ന് കാണണം. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വിളിച്ചത്? ഞാൻ അപ്പൊ ടെൻത്തിന്റെ പേര് പറഞ്ഞു. എത്ര വയസ്സുണ്ട്? 38. ആ പെണ്ണ് പറയാ പെണ്ണെ വിളിക്കണേ. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം, കുടുംബ പ്രശ്നം എന്താ, നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം, ഞാൻ സമയം തരാം. അപ്പൊ ആ പെണ്ണ് പറയാണ് ഞാനും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കാം. ഭർത്താവിനോട് സംസാരിക്കണ്ടേ? എന്റെ ഭർത്താവിന് 3-4 ബന്ധം വേറുണ്ട്. കുറെ ഞാൻ നന്നാക്കാൻ നോക്കി. മൂപ്പരും നന്നാവരാൻ തോന്നിയപ്പോ ഞാനും 5-6 ബന്ധം ഉണ്ടാക്കി. മക്കളുണ്ട് 5-6 ബന്ധം ഞാനുണ്ടാക്കി. 5-6 ബന്ധം ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ആയിട്ട് മലയ്ക്ക് പോയിരുന്നു. ആ ബന്ധം ഉണ്ടാക്കിയ ആൾക്കാരുടെ കൂടെ അവിടെ പോവാറുണ്ട്. എല്ലാത്തരം ബന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. പെണ്ണ് പറയാം എന്നോട്. അതിൽ ഒരാള് അയാൾക്ക് എന്തോ ഒരു മാനസിക രോഗം പോലെ അയാൾ ഈ പെണ്ണിനെ വിട്ടിരുന്നു. ഭയങ്കര തെറി പറച്ചിലും ചീത്ത പറച്ചിലും വെറുപ്പിക്കലായിട്ട് ഈ പെണ്ണ് അവിഹിത ബന്ധമുള്ള ഈ മനുഷ്യനെ കൊണ്ട് കുടുങ്ങി. ഈ പെണ്ണ് എന്നോട് ചോദിക്കുകയാണ്, ആ അവിഹിത ബന്ധമുള്ള ആളെ കൊണ്ട് ഞങ്ങളെടുത്തൊന്ന് കൗൺസിലിംഗ് വന്ന് ഞങ്ങളൊന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. (2022) കഴിഞ്ഞ ഞായറാഴ്ചയിൽ എന്റെ ഫോണാണ്. നിങ്ങളാ കുട്ടികളെ ഉണ്ടാക്കാൻ നടക്കുന്നത് തന്നെ. 4500 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. കോഴിക്കോട് ഒരു ഡോക്ടറെ വീട് 4500 സ്ക്വയർ ഫീറ്റ്. എത്ര 4 ഈ വീട് പത്ര ഉണ്ടാവും കൂട്ടിയേക്കാൾ മേലും താഴെയും കൂടി കൂട്ടിയ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. മേലും താഴെയും കൂടി ഈ ഡോക്ടറെ വീട് കോഴിക്കോട്ടെ വീട് 4500 സ്ക്വയർ ഫീറ്റ്. 400 സ്ക്വയർ. പിന്നെ ഡൈനിങ്ങാൾ വഴിയുണ്ടാവും. അത്രയും വലിയ ബെഡ്റൂം, സകല സൗകര്യങ്ങളും. റൂമിനകത്ത് AC ഇല്ല. 2 കുട്ടികളുണ്ട്. ഭർത്താവ് കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഡോക്ടറാണ്. ഭാര്യ ഡെന്റിസ്റ്റാണ്. നോക്കണം. പക്ഷേ ഈ വലിയ വീടിനകത്ത് ഭാര്യ ഒരു റൂമിലും ഭർത്താവ് വേറെ റൂമിലല്ല. മക്കളൊക്കെ മക്കളുടെ റൂമിൽ. ഭാര്യ ഭർത്താവുമായിട്ട് ഭർത്താവില്ല, ഭർത്താവ് ഭാര്യയായിട്ട് ഭർത്താവില്ല. അയാൾ അയാളെ വഴിക്ക്, അവൾ അവളെ വഴിക്ക്. മക്കൾ 2 നീ മക്കളെ കല്യാണം കഴിക്കണം. അപ്പൊ മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾ നല്ല ബുദ്ധിപരമായി പഠിച്ചു മിടുക്കനായി. നമ്മളെ കാലല്ല. നിങ്ങളൊക്കെ കല്യാണം കഴിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സ്? 16, 18. എന്താ പഠിച്ചത്? ഒരു +2 തട്ടിമുട്ടി പാസ്സായി, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്. നിങ്ങളുടെ കുട്ടിയോ? അവൾ ഫുൾ A+ 10ാം ക്ലാസ്സിൽ വാങ്ങി, ഫുൾ A+ +2 വാങ്ങി. ഇപ്പൊ ഡിഗ്രിക്ക് എന്തോ ചില ലക്ഷ്യങ്ങളുമായി പഠിക്കുകയാണ്. ആൺകുട്ടി പെൺകുട്ടി. ഈ കുട്ടിന്റെ മുന്നിലേക്ക് പഴയ നിങ്ങളുടെ അമ്മാമ്മയുടെ തന്തുമായിട്ട് നടന്നാൽ കഴിയും. കുട്ടിന്റെ പാട്ടിന് പോകുന്ന ലേഖനത്തിന്റെ പേര് അത് എഴുതിയത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റായി ഒരു പെണ്ണ്. കാലാവധി കഴിഞ്ഞ കണ്ണുകൾ എന്ന ലേഖനത്തിൽ ആ പെണ്ണ് യുവതലമുറയിലെ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, കുടുംബം എന്നത് ഇടുങ്ങിയതും പ്രശ്നപൂർണമായതും സ്വാതന്ത്ര്യം ഹനിക്കുന്നതുമായ സംവിധാനമാണ്. ആരാ പറയുന്നത്? കേരളത്തിൽ അറിയപ്പെടുന്ന ഫെമിനിസ്റ്റ്. കൊടുത്ത പത്രം ഏതാ? മാതൃഭൂമി. എഡിറ്റോറിയൽ പേജിൽ എന്റെ കയ്യിലുണ്ടാ പേപ്പറിന്റെ കട്ടി. എന്റെ കയ്യിലുണ്ട്. ആരും പറഞ്ഞ് ഒരു പെണ്ണെ യുവതലമുറയിലെ പെൺകുട്ടി ഇതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ബാപ്പാന്റെ ഉമ്മാന്റെ ജീവിതത്തെ വിലയിരുത്തിയാൽ ഈ പെണ്ണ് പറഞ്ഞത് കൃത്യമാണെന്നും ഈ പെണ്ണ് പറയുന്ന പോലെ മുന്നോട്ട് പോവുകയാണ് നല്ലതെന്ന് നമ്മളെ കുട്ടി ധരിച്ചു വെക്കൂല. എല്ലാ പെൺകുട്ടിക്കകത്തും ഫെമിനിസ്റ്റുകൾ വളരെ പോകും.
ക്യാമ്പസുകൾക്കകത്ത്, സ്കൂളിലെ കോളേജിലെ ക്യാമ്പസിനകത്ത് മുദ്രാവാക്യമൊക്കെ മാറി. ഇപ്പൊ എന്താ മുദ്രാവാക്യം എന്നറിയോ? ആദ്യം പഠനം, പിന്നെ ജോലി, പിന്നെ കല്യാണം. ബ്രാക്കറ്റിൽ ആവശ്യമെങ്കിൽ മാത്രം. നിങ്ങൾ ഇതുവല്ലോ അറിയുന്നു. നിങ്ങളെ അമ്മാവ പോയിട്ട് ഈ കുട്ടികളെ ബാക്കിൽ എടുത്താൽ പെണ്ണാണ് എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ക്യാമ്പസിനകത്ത് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ആദ്യം പഠനം, ഞാൻ പഠിക്കും. 18 വയസ്സ് കഴിഞ്ഞ 21 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് നിങ്ങൾ കല്യാണം കൊണ്ടു നോക്കി, വീട്ടിലൊരു 3 ക്ലാസ്സെങ്കിലും പൊട്ടും. എടുത്തെറിയുള്ളൂ. ഇപ്പൊ വേണ്ട, നടക്കൂല. എന്താ? എന്റെ സ്വാതന്ത്ര്യത്തെ അനിക്കാണ് കല്യാണം. ആരാ നീ ഇത് പഠിപ്പിച്ച കുട്ടിയെ? നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്ത് കയറി വരുന്നതാണ് കല്യാണം. ഇതെന്താ കുട്ടിക്ക് മനസ്സിലാവാത്തത്? കുട്ടി കേട്ടത് ഇങ്ങനെയൊക്കെയാ. പ്രസംഗം എന്താണ് പറയും? പ്രസംഗമൊക്കെ കേൾക്കുമ്പോ കണ്ടാവും മനോഹരമായ കല്യാണം. കേൾക്കാൻ രസം. കുട്ടി നോക്കുമ്പോ കാണുന്നത് എന്താ? മന്റെ കരച്ചിൽ, പാപ്പന്റെ ആക്രോശം. അപ്പൊ കുട്ടി ഏതാ വിശ്വസിക്കുക? കണ്ടത് മറക്കും, കേട്ടത് മറക്കും. കണ്ടതാണ് മുഖ്യം. കുട്ടി ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ടവനെ എന്നെ ഭരിക്കാൻ ഉത്സവം വരുന്നു. പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെക്കൻ വന്നപ്പോ, പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കം വരികയാണ്. ഒരു ചെറുക്കം വന്നപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും എല്ലാം കൊണ്ടും യോജിച്ച ചെക്കൻ. പെൺകുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട. എന്താ മോളെ എനിക്ക് വേണ്ടാത്ത? കുട്ടി പറഞ്ഞ കാരണം എന്തായാലും ബാപ്പയെപ്പോലെ തോന്നുന്നു. ഓളെ കല്യാണം ഒഴിവാക്കാൻ കാരണം എനിക്ക് ബാപ്പനെ പോലെ തോന്നുന്നു. എന്താ ബാപ്പനെ പോലെ തോന്നുന്നത്? എല്ലാം ഇങ്ങനെ തോന്നുന്നു. ഞാൻ നോക്കിയപ്പോഴേക്ക് ബാപ്പനെ പോലെ. അപ്പൊ ഈ കുട്ടി ഉണ്ടോ തിരിച്ചു? അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ കുട്ടിക്ക് കൊടുത്തോ? നമുക്ക് ഏറ്റവും വലിയ ഫെമിനിസം ഇസ്ലാമാണ്. ഇതെന്തേ നമ്മളെ കുട്ടി മനസ്സിലാക്കാതെ പോയി? ഏറ്റവും വലിയ ഫെമിനിസം. എന്റെ വീടിന്റെ മുറ്റം ഞാൻ അടിച്ചു വരാറുണ്ട്. ഉണ്ട്, നിങ്ങൾ വന്നിന്റെ അയൽവാസികളോട് ചോദിച്ചിട്ടില്ല. ഞാൻ അടിച്ചു വരേണ്ട വീടിന്റെ മുറ്റം. അത് പെണ്ണുങ്ങളുടെ ജോലിയാണെന്ന് ആരാ പഠിപ്പിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് അടുക്കള കൊണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. റസൂല് ചെയ്ത പോലെ നമുക്ക് ചെയ്തൂടെ? ഇത് നമ്മൾ പെൺകുട്ടികളെ മാത്രം ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ ആൺകുട്ടി പെൺകുട്ടി ഉണ്ടെങ്കിൽ തിന്ന പ്ലേറ്റ് അവിടെ വെച്ചൊറ്റ പോക്കാച്ചൊക്കെ. ബാക്കിൽ വന്ന മോള് ആ പ്ലേറ്റ് നിന്ന് എണീറ്റ് പോകുമ്പോ പറയും ഇരിക്കണേ അവിടെ പെണ്ണേ. ഈ കാലൊക്കെ കഴിഞ്ഞില്ലേ? ഏറ്റവും വലിയ ഫെമിനിസം ഇസ്ലാമാണ്. എന്റെ വീടിന്റെ മുറ്റം ഞാൻ അടിച്ചു വരാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ വീടിന്റെ മുറ്റം ഞാൻ അടിച്ചു വാരുമ്പോ തൊട്ട് മേലെ എന്റെ തറവാടാ. എന്റെ തറവാട്ടിൽ ജീവിക്കുന്ന എന്റെ വാപ്പ, എന്റെ ഉമ്മ എന്റെ തറവാട്ടിൽ നിന്ന് വന്നിട്ട് ഉളുപ്പുണ്ടോടാണെന്നൊക്കെ ഈ പറഞ്ഞത് മുറ്റടിക്കുന്നത് എന്തിനാ നിന്റെ ഉമ്മ ചോദിക്കാറില്ല. എന്റെ വാപ്പ തീരെ ചോദിക്കാറില്ല. എന്താ കാരണം എന്നറിയോ? എന്റെ തറവാടിനെ മുറ്റടിച്ചാൽ നിന്റെ വാപ്പയാണ്. ഉമ്മയെ സഹായിക്കുന്ന വാപ്പനെ കണ്ടാണ് ഞാൻ വളർന്നത്. എന്റെ വീട്ടിൽ ചക്ക ഇട്ടാൽ ആ ചക്ക മുറിച്ച് എന്ത് പൊന്നാണ് കോഴിയത്? കുട്ടികളെ കൊത്തിട്ടില്ലേ? കോത്തിയാണ് കാത്തു. പിന്നെ കോഴി സ്വന്തമായി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും, കുട്ടികൾ പോകുമ്പോൾ. ഈ ഒരൊറ്റ കോഴിയും ഞാൻ വയസ്സായിട്ട് ഒരു കാലിന് സുഖമില്ലാതെ കിടക്കുമ്പോ എന്റെ കോഴിക്കുട്ടികൾ വലിയെന്ന് വിചാരിക്കാറില്ല. ഇല്ല, അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ എത്ര കാലം ആ കോഴി കുട്ടികളെ പോറ്റി? പൂച്ച പെറ്റു, കണ്ണുണ്ടാവില്ല പൂച്ചക്ക്. കണ്ണ് കീറി കുട്ടികൾക്ക് പാലെടുത്ത് കളിപ്പിച്ച് എത്ര കാലം തള്ളപ്പൂച്ച പോറ്റും? പറയൂ. പെണ്ണുങ്ങൾ, നിങ്ങളമ്മ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളമ്മ നിങ്ങളെ വീട്ടിൽ തീർന്നോ? ഇല്ല. എത്ര തീരും? പറയും, തീരൂല. ശ്വാസം നിലയ്ക്കുന്നവരെ, ജീവൻ പോകുന്നവരെ മക്കളെ പോറ്റുന്ന ജന്തുവിന്റെ പേരാണ് മക്കളെ മനുഷ്യന്. അപ്പൊ ഇത് തീരൂല. ഈ മക്കള് നന്നായാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മനോഹരമായി ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം, സന്തോഷത്തോടെ മരിക്കാം. നാളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മക്കളും ഉണ്ടാവും. ഇതാ മാത്രം ഇൻസാന ഇൻകത്താറുപയോഗിക്കാൻ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സകലതും അവസാനിക്കും. 3 വഴിക്ക് ആ സ്വതക്കത്തിൽ ജാരിയാണ് സ്വതക്കം. വലിയ ഉപകാരപ്രദമാവുന്ന അറിവ്. 3ാമതായി റസൂലെത്തി വലതും സ്വാലിഹും യദൂനില്ല. വലതും യദൂലവുന്നല്ല, വലതും സ്വാലിഹും യദൂനില്ല. സ്വാലിഹായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തും വീട്ടിൽ വെച്ച് അതിന്റെ തലക്കുമ്പുറത്ത് വീഴും
2 തുള്ളി കണ്ണീരിറ്റി മക്കൾ പ്രാർത്ഥിക്കും. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മക്കളുടെ കണ്ട വിടലും മൊയ്യാനല്ല ഇമാമ കഴിയും. മൊയ്യാർക്ക് എന്ത് നിങ്ങളെ ഉമ്മ മരിച്ചിട്ട് മൊയ്യാർക്ക് സങ്കടം, മൊയ്യാർക്ക് സന്തോഷം. പിറ്റേത് 2 ദിവസം കഴിഞ്ഞാൽ നെയ്ച്ചോറിട്ട് പോയിട്ട് നീ കുശാലി, നീ വേറെ പുഴയിലൊന്നും. നിങ്ങളെ ഉമ്മ മരിച്ചാൽ ശരിക്ക് മൊയ്യാർക്ക് നല്ല സന്തോഷമാണ്. വീടിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക് സന്തോഷമാണ്. 2 ദിവസം പിന്നെ മൊയ്യാർക്ക് ഈ ചെലവിലുണ്ടല്ല, അത് ഈ പുഴയിൽ നടക്കുള്ളൂ. എന്നിട്ട് മരിച്ചുപോയ ഉമ്മാന്റെ കബറ മയ്യത്തന്നെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വണ്ടി വരികയാണ്. ഏതാ വണ്ടി? ഗുഡ്സ് ഓട്ടോറിക്ഷ. ഇറക്കണ അറിയാം, കല്യാണപ്പുഴയിൽ നേരത്തെ ടേബിള്, പിന്നെ അവിടെ മണക്കള മണം, ഉരുവാൻ കുറഞ്ഞ മണല്ല, ബിരിയാണിന്റെ മണം, വായിൽ വെച്ച ബിസ്ക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണു. നേരെ തലയുടെ മുകളിലേക്ക് വീണു. വാപ്പ ഓടി അതേ കട്ടില് ബേബിയിലൊക്കെ കൊണ്ടയുള്ള ഗുണത വേറെ കട്ടിലൊക്കെ മാറ്റില്ല, കട്ടിലിന്റെ ടയറുണ്ടാവും. ആ ടയറുള്ള കട്ടിൽ ഉരുട്ടി ഓടി അവര് ഐസിയിലേക്ക്. ഇത്തിരി സമയം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പുറത്തുള്ള വാപ്പനോട് പറഞ്ഞു, നിവൃത്തിയില്ല, ഉമ്മ മരിച്ചിരിക്കുന്നു. അയാള് പൊട്ടിക്കരഞ്ഞു. ആളുകൾ ഒരു വണ്ടി എടുത്തു, തീരാകെ മാറി, മറ്റാളിന് തീരെ മാറി. ഒരു വണ്ടി എടുത്ത് ആളുകൾ ഓടി എങ്ങോട്ടാ പോയത് അറിയാം? എഞ്ചിനീയറിംഗ് കോളേജിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മോളെ കൂട്ടാൻ. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ വണ്ടിയിൽ എത്തിക്കാൻ പറ്റില്ലല്ലോ. ആ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഓടി. ആ നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് മാഷന്മാരെ കണ്ട് ഉമ്മ മരിച്ചത് അറിയിച്ച് എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് കുട്ടിയോട് വിവരമൊന്ന് സൂചിപ്പിച്ച് ഈ കുട്ടിയെ കൂട്ടി ഇന്നോവ കാറിൽ കുറ്റിപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു വിട്ടു വിചാരിച്ചിട്ട് ഉമ്മാന്റെ മദ്യത്തിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. എല്ലാരും ഒന്ന് സമാധാനിപ്പിച്ച് മോളെ പോട്ടെ, മരിച്ചുപോയതല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും മരണം ഉണ്ടാവില്ലേ, ഉമ്മാക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ കരയല്ലേ, നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് കൂടെ നിന്ന ആളുകളൊക്കെ സമാധാനിപ്പിച്ചപ്പോ കുട്ടി പറഞ്ഞു, ഞാൻ കരയുന്നത് ഉമ്മ മരിച്ചതിനല്ല. അത് കഴിയും, അതിനകത്തൊക്കെ കഴിയും. ആൾക്കാർ ചോദിച്ചതിനെന്തിനാ മോളെ നീ കരയുക? ഈ മരിച്ചു കിടക്കുന്ന ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മക്ക് ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇനി ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പ് നിന്നാണോ മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്? ആണോ? എത്ര റക്കാത്തുണ്ട് മയ്യത്തിന്, എത്ര സുജൂദുണ്ട്, എത്ര റുക്കൂഉണ്ട്? കുട്ടിക്ക് അറിയാം, കുട്ടി പഠിച്ചില്ല. A+ വാങ്ങി 10ാം ക്ലാസ് പാസ്സായി, A+ വാങ്ങി +2 പാസ്സായി, എഞ്ചിനീയറിംഗിന്റെ ഉന്നത ബിരുദം പഠിക്കുന്ന ഈ പെൺകുട്ടി കരുതി കണ്ടില്ല ഉമ്മാന്റെ മയ്യത്ത് ഈ പെൺകുട്ടിയുടെ 20ാമത്തെ വയസ്സിൽ വീട്ടിൽ കൊണ്ടുവെക്കുമെന്ന്. ഈ 40 വയസ്സുള്ള ഉമ്മ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ മെനക്കെട്ടില്ല. ഉമ്മ കരുതി കാണില്ല 40ാമത്തെ വയസ്സിൽ അടുക്കളയിൽ കുഴഞ്ഞു വീണ എന്റെ മരണം സംഭവിക്കും എന്ന്. ഈ ഉമ്മക്ക് നഷ്ടപ്പെട്ടത് എന്താ ആലോചിച്ചു? കൂടി നിന്ന ആളുകൾ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കണം. ഈ കുട്ടിയെ മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ട് വേണം നിസ്കരിക്കാൻ. ആരെ കാണേണ്ടത്? കുറച്ച് ചളി കൈക്കോട്ടെ പോലെ, ചുമര് കുറച്ച് കേടുന്നോട്ടെ, അതിനുള്ളിലെ ബന്ധങ്ങൾ തിളങ്ങണം. ആ തിളക്കമാണ് മക്കളുടെ ജീവിതത്തിന്റെ തിളക്കം എന്ന് നോക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് വീടുണ്ടാക്കി ഇന്റർലോക്ക് ഇട്ട് ടൈഫ് ഇട്ട് ഒരു LED ബൾബ് ഫിറ്റ് ചെയ്ത് ലൈറ്റ് അപ്പ് എല്ലാ പൊലയും നോക്കിയാല് നമ്മുടെ നാട്ടിലൊക്കെ മഞ്ചേരി ബസ് അങ്ങനെ ഉണ്ടാവും, നിറച്ചു ലൈറ്റ് ആയിരിക്കും പുറത്ത്. മഞ്ചേരി ബസ് പോയിട്ട് വീടാ, പുറത്ത് മുഴുവൻ LED ബൾബാണ്. കത്തല്ലേ കത്ത്, അകത്തോ മുനിഞ്ഞു കത്തുന്ന ഒരു ഉമ്മ, ദേഷ്യം പിടിക്കുന്ന ഒരു ബാപ്പ, സംശയത്തോടെ കല്യാണം വേണോ വേണ്ടേ, നിൽക്കണം പോണം കുട്ടികൾ, പെരുത്തൊരു വീട്, ഉടുപ്പില്ല. അപ്പൊ കഴിയുമെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുക, അല്ലെങ്കിൽ നന്നാക്കുക. നന്നാവണോ? നമ്മൾ നന്നാവണം. പുറത്തുനിന്ന് ഒരാളും നമ്മുടെ മക്കളെ നന്നാക്കാൻ വരില്ല. ഏറ്റവും കൂടുതൽ കാലം മക്കളെ, മരിച്ചാലും മക്കളെ ആവശ്യമുള്ള ഒരേ ഒരു ജന്തു PSC പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതിക്കൊള്ളുന്നു പരീക്ഷ. അപ്പൊ നമ്മളെന്തിനാ മെക്കറില്ല പുറന്നക്കാൻ അല്ല. ആണുണ്ടോ ഭർത്താക്കന്മാർക്കൊക്കെ എപ്പോഴാണ് ജോലി കഴിയുക? 4 മണിക്ക് പണി കഴിയണ ഭർത്താക്കന്മാരുടെ പെണ്ണുങ്ങളൊക്കെ കൈപോക്കി 4 മണിയാകുമ്പോഴേക്ക് പണി കഴിയണേ. നമുക്ക് ഭർത്താക്കന്മാരും കഴിയും. ഇത്ര തോന്നുന്ന വിധോകമാണ് അതുകൊണ്ട് ഭർത്താക്കന്മാരും കഴിഞ്ഞിട്ട് അതിനെ മറന്നുപോയോ? കെട്ടിയോ നല്ല വാക്ക് പറഞ്ഞിരിക്കുമ്പോ ഉണ്ടോ? 4 മണിക്ക് മുമ്പ് പണി കഴിയുന്ന ഭർത്താക്കന്മാരും കഴിയും. ധൈര്യത്തിൽ പോയി ഞാൻ ഒന്നും ചോദിക്കില്ല. ഓക്കെ, 6 മണിക്ക് മുമ്പ് പണി കഴിയുന്ന ഭർത്താക്കന്മാർ കഴിയും. 6 മണിക്ക് പണി കഴിയുന്നവര് എന്താണ് ആ പണി ചെയ്യാറുമ്പോ ഒന്നായിട്ട് പണി ഉണ്ടായിട്ട് കുട്ടിയോ?
ഉണ്ടോ? 2 മണി വരെ ഉള്ളൂ. അപ്പൊ പണിക്ക് 2 മണി വരെ ഉള്ളൂ. 2 മണിക്ക് പണി കഴിയൂല. ഞാൻ 4ന്റെ മുമ്പ് തന്നെ 6 മണി വരെ പണിയെടുക്കുന്നുണ്ടാവും. നീ വല്ല പീടി നടത്തുകയാണെങ്കിൽ എത്ര 9 വരെ പീടി നടത്തും. ഞാൻ എന്റെ പണി ഉണ്ടാവുള്ളൂ.